ഭാര്യക്ക് കല്യാണം കഴിഞ്ഞ് 1, 2, 3, 4, 5 വർഷം കഴിയുമ്പോ ഒരു ഭർത്താവിനെ കുറിച്ച് എന്തുകൊണ്ടാണ് മോശമായ അഭിപ്രായം ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതൊരു യൂണിവേഴ്സൽ ഫാക്റ്റ് ആണ്, എല്ലാവർക്കും ഉണ്ടാകുന്ന സംഗതിയാണ്. ഒരു 20 വർഷം കഴിഞ്ഞിട്ട് എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്കൊരു പരാതിയുമില്ല എന്ന് പറയുന്ന ഒരു ഭാര്യ മിത്താണ്. അങ്ങനൊന്നും ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. 20 കൊല്ലം ജീവിച്ചിട്ടും എന്റെ ഭാര്യയെ കുറിച്ച് എനിക്കൊരു പരാതിയില്ല എന്ന് പറയുന്നത് പച്ചയായ മിത്താണ്. അങ്ങനെ ഉണ്ടാവില്ല. കുറവില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, ഏറ്റക്കുറച്ചിലില്ലാത്ത ഏത് മനുഷ്യന്മാരാണുള്ളത്? അതിന് സൈക്കോളജിയിൽ കൃത്യമായ ഒരു കാരണം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഒരു 2 വ്യക്തികൾ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോ അവർ മാനസികമായി സൈക്കോളജിക്കൽ ന്യൂഡിറ്റി അവർക്കിടയിൽ ഉണ്ടാകുമെന്നാണ്. ഒരു മാനസികമായ നഗ്നത. അതായത് നമ്മളൊക്കെ ഇപ്പൊ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഈ ഡ്രസ്സ് ഇട്ടത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ പാടുകൾ, നമ്മുടെ ശരീരത്തിലെ മുറിവുകൾ, നമ്മുടെ ശരീരത്തിലെ ത്വക്കിന്റെ രോഗങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള നിറം, എന്തെങ്കിലും കുറവുകൾ, ഇതൊന്നും പുറത്തു കാണൂല. ഇതൊക്കെ നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ മറച്ചിരിക്കുകയാണ്, വസ്ത്രം ധരിച്ചിട്ട് മറച്ചിരിക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് ഈ വസ്ത്രം പുറത്തേക്ക് ഊരിക്കഴിഞ്ഞാൽ ഇതൊക്കെ പുറത്തേക്ക് വരും, ഇതൊക്കെ വെളിവാവും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വ്യക്തിത്വത്തിന് നമ്മുടെ ഒരു വസ്ത്രം ധരിച്ചു കൊടുത്തിട്ടുണ്ട്. മര്യാദയുടെ, നല്ല സംസാരത്തിന്റെ, നല്ല സംസ്കാരത്തിന്റെ വസ്ത്രം നമ്മുടെ വ്യക്തിത്വത്തിന് നാം അണിയിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ധരിച്ചിട്ടാണ് നമ്മൾ പുറത്തിറങ്ങുക. ആളുകളോട് ആ വസ്ത്രത്തിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റി സംസാരിക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും പല ഭാര്യമാരും കംപ്ലൈന്റ് പറയാറുണ്ട്, ആളുകളോടൊക്കെ എന്ത് നല്ല സ്വഭാവമാണ് ആ മനുഷ്യൻ, വീട്ടിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പച്ചത്തെറി വിളിക്കും. അതുപോലെ തന്നെ ഭാര്യയോട്, കുടുംബക്കാരുടെ കൂടെ എന്ത് നല്ല സ്വഭാവമാണ്, ഇവിടെ വീട്ടിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ കടിച്ചു കയറാൻ നിൽക്കുന്ന നരീനെ പോലെയാണ് അവളുടെ പെരുമാറ്റം എന്നൊക്കെ പരസ്പരം പരാതി പറയുന്നവരുണ്ട്. ഇതെന്തൊരു സൈക്കോളജിക്കൽ ന്യൂഡിറ്റിയാണിത്. അതായത് മാനസികമായ നഗ്നത. എന്താണോ ഉള്ളിലുള്ളത് അതുപോലെയുള്ള പെരുമാറ്റമായിരിക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുക. ഈ ലോകത്ത് പ്രിയപ്പെട്ടവരെ, ആരുടെ മാനസിക നഗ്നത നമ്മൾ കണ്ടാലും, ആരുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾ കണ്ടാലും അയാളെ കുറിച്ച് നമുക്കൊരു മതിപ്പും ഉണ്ടാവുകയില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ജീവിതത്തിന്റെ പുറത്ത് നിന്നിട്ട് നമ്മൾ ഒരാളെ നോക്കുമ്പോൾ അയാളെ നമ്മൾ കാണുന്നത് അയാളുടെ പേഴ്സണാലിറ്റിക്ക് പുറത്ത് അയാൾ ധരിച്ച വസ്ത്രത്തെ മാത്രമാണ്. ആ വസ്ത്രത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചില ആളുകൾ വില കൂടിയ വസ്ത്രം ധരിക്കുന്നത് പോലെ ചില മനുഷ്യന്മാര് നല്ല രീതിയിലുള്ള മര്യാദയുള്ള വസ്ത്രം ധരിക്കുന്നതിൽ സംശയമില്ല. പക്ഷെ ചില ആളുകളുടെ വസ്ത്രം കുറവായിരിക്കും, ചില ആളുകൾ അർദ്ധനഗ്നരായിരിക്കും, ഒക്കെ ഉണ്ടാവും. എന്തായാലും നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ ഭാര്യയ്ക്ക് പുറമെ നമ്മൾ കാണുന്ന ഓരോ വ്യക്തികളെയും നമ്മൾ കാണുന്നത് അവരുടെ യഥാർത്ഥ വ്യക്തിത്വമോ യഥാർത്ഥ പേഴ്സണാലിറ്റിയോ അല്ല, മറിച്ച് അവരവരുടെ വ്യക്തിത്വത്തിന് പുറത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രം മാത്രമാണ്. മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? എനിക്ക് യോജിച്ച ഏറ്റവും നല്ലൊരു ഇണയെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്നിട്ടുള്ളത് എന്ന തിരിച്ചറിവും എന്ന ബോധ്യവും നാം നമ്മെ തന്നെ ആവർത്തിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം മറ്റൊരുവന്റെ ജീവിതത്തിൽ അവളുടെ ഭാര്യ, അവന്റെ ഭാര്യ, അവൻ ഇന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താ എന്റെ ഭാര്യ എനിക്കൊതൊന്നും ചെയ്തു തരാത്തത്, എന്റെ ഭാര്യ എന്താണ് എന്നെ ഇങ്ങനെ പരിഗണിക്കാത്തത്? അവന്റെ ജീവിതത്തിന്റെ ഉള്ളറകൾ നിങ്ങൾ കണ്ടിട്ടില്ല. അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് ഇങ്ങനെയാണല്ലോ, അവൾ നല്ല സംതൃപ്തയാണല്ലോ, പറയുന്നത് മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ഉള്ളിലുള്ളത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അതുകൊണ്ട് ആദ്യം വേണ്ടത്, എനിക്കെന്റെ റബ്ബ് തന്നതിൽ ഞാൻ തൃപ്തയാണ്, ആ കുറവുകൾ സഹിക്കാൻ ഞാൻ തയ്യാറാണ്, ആ കുറവുകൾക്ക് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പ്രതിഫലം നൽകും എന്ന ചിന്തയോടുകൂടി നിങ്ങൾ ജീവിച്ചു നോക്ക്. അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടാക്കി നോക്ക്. എന്റെ ഭാര്യയുടെ കുറവുകൾ ഞാൻ ക്ഷമിക്കുന്നതിൽ അള്ളാഹുവിന്റെ പ്രതിഫലം എനിക്കുണ്ടാവും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ജീവിതം എത്ര സന്തോഷകരമാവുന്നറിയോ? അതായത് റെസിപ്രോസിറ്റി പ്രതീക്ഷിക്കാതെ ഞാൻ എന്താണോ അവൾക്ക് നൽകുന്നത്, ഞാൻ എന്താണോ അദ്ദേഹത്തിന് നൽകുന്നത്, അത് അതുപോലെ തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല എന്ന നിലപാട് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മുടെ ഭാഷയിൽ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുക. നിരുപാധികമായ സ്നേഹം. അത് ദിവ്യമാണ്, അത് ഡിവൈനാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നുകൂടിയാണ്. അത് ശരിക്കും മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله
ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും കാവലും വാത്സല്യവും സ്നേഹവും സുരക്ഷയുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ സദാ വർഷിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഉയർച്ചയിലും വളർച്ചയിലും തകർച്ചയിലും തളർച്ചയിലുമെല്ലാം കൃത്യമായി പാലിച്ച് അവൻ്റെ ഇഷ്ടവും സ്നേഹവും പ്രീതിയും തൃപ്തിയും നേടിയെടുത്ത് ഈ ആയുസ് ജീവിച്ചു തീർക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിനോടുള്ള കരാറ് ലംഘിക്കുകയും അള്ളാഹു ചേർത്തു വെക്കാൻ പറഞ്ഞ കാര്യങ്ങളെ മുറിച്ചു കളയുകയും ഭൂമിയിൽ ഫസാദുണ്ടാക്കി നടക്കുകയും ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ വലിയ നഷ്ടത്തിലാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ആയത്താണ് തുടക്കത്തിൽ ഓതി വെച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള മൂർത്തവും അമൂർത്തവുമായ എല്ലാ പടപ്പുകളെയും പടച്ചതിന് ശേഷം, സൃഷ്ടിച്ചതിന് ശേഷം ആ എല്ലാറ്റിനെയും മുന്നിലിരുത്തിക്കൊണ്ട് പടച്ച റബ്ബ് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ, ആവശ്യപ്പെടാനുണ്ടോ? ആ കൂട്ടത്തിൽ റഹീം, അതായത് കുടുംബ ബന്ധം എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചു, യാ അല്ലാഹ്, നിന്റെ പടപ്പുകളിൽ, നിന്റെ സൃഷ്ടിപ്പിൽ എനിക്കുള്ള സ്ഥാനം എന്താണ്? അള്ളാഹു കുടുംബ ബന്ധത്തിന് മറുപടി കൊടുത്തു, നിന്നെ ആരാണോ മുറിച്ചു കളയുന്നത് അവരെ ഞാനും മുറിച്ചു കളയുന്നതാണ്. നീയുമായുള്ള ബന്ധം ആരാണോ വിച്ഛേദിക്കുന്നത് അവരുമായുള്ള ബന്ധം ഞാനും വിച്ഛേദിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹീമിനോട്, കുടുംബ ബന്ധത്തോട് പറഞ്ഞു എന്നതാണ്. കുടുംബ ബന്ധം മുറിക്കുന്നവൻ യഥാർത്ഥത്തിൽ മുറിക്കുന്നത് അള്ളാഹുവുമായുള്ള ബന്ധമാണ്. കുടുംബ ബന്ധത്തെ വിച്ഛേദിക്കുന്നവൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അള്ളാഹുവിന്റെ സഹായങ്ങളും അനുഗ്രഹങ്ങളും കാരുണ്യവും കിട്ടാനുള്ള വഴിയെ അടച്ചു കളയുകയാണ്, വിച്ഛേദിച്ചു കളയുകയാണ്. മറ്റു മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും പറവകളിൽ നിന്നും പാറ്റകളിൽ നിന്നുമെല്ലാം മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അവന്റെ കുടുംബ ജീവിതമാണ്, വ്യവസ്ഥാപിതമായ കുടുംബ ജീവിതമാണ്.
4 തരം ബന്ധങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ളത്. അതിലൊന്ന് മാത്രമേ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ. ബാക്കി 3 ബന്ധങ്ങളും നമ്മുടെ തിരഞ്ഞെടുപ്പിനനുസൃതമായി നടക്കുന്ന സംഗതിയല്ല. ഭാര്യാഭർത്തൃ ബന്ധമുണ്ട്, മാതാപിതാക്കളുമായുള്ള ബന്ധമുണ്ട്, സഹോദരി സഹോദരന്മാരുമായുള്ള ബന്ധമുണ്ട്, മക്കളുമായുള്ള ബന്ധമുണ്ട്. എൻ്റെ ഉമ്മ ആരാകണം, ഉപ്പ ആരാകണം എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. എൻ്റെ സഹോദരി ആരാവണം, സഹോദരൻ ആരാവണം എന്നെനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. എൻ്റെ മകൾ ആരാവണം, എൻ്റെ മകൻ ആരാവണം എന്നും എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. പക്ഷെ എൻ്റെ ഭാര്യ ആരാവണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ലോകത്ത് പടച്ച റബ്ബ് എനിക്ക് നൽകിയിട്ടുണ്ട്, നമുക്കെല്ലാം നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും ആദ്യമുണ്ടായ ബന്ധമാണ് ഭാര്യാഭർത്തൃ ബന്ധം. പരിശുദ്ധ ഇസ്ലാം അങ്ങേയറ്റം പവിത്രമായും പരിപാവനമായും പഠിപ്പിക്കുന്ന ബന്ധം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിലായിരുന്നിട്ട് പോലും സംതൃപ്തി കിട്ടാത്ത ആ ഒരു വിടവ് അല്ലാഹു മനസ്സിലാക്കിയ ആ ഒരു ബന്ധം. വഖുൽനാ യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂന മിനൽ ളാലിമീൻ. ആദമേ, നീയും നിന്റെ ഭാര്യയും സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. നിങ്ങൾക്ക് അവിടെ സ്വച്ഛന്തം വിഹരിക്കാം, ഇഷ്ടമുള്ളിടത്ത് നിന്നെല്ലാം ഭക്ഷണം കഴിക്കാം. ഈ മരത്തിന്റെ അടുത്ത് മാത്രം നിങ്ങൾ അടുത്തു പോകരുത് എന്ന കൽപ്പനയും കൊടുത്തുകൊണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വാ ബീവിയെയും ജീവിക്കാൻ വിട്ട ആ സന്ദർഭം തൊട്ട് നമ്മുടെ ആദിപിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ ഒന്നാമത്തെ ഗിഫ്റ്റ് ആയിരുന്നു യഥാർത്ഥത്തിൽ ഹവ്വാ ബീവി, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ എന്ന് പറയുന്നത്. ഒരു പുരുഷൻ പൂർണ്ണനാവണമെങ്കിൽ അവനൊരു ഭാര്യ ആവശ്യമാണ്. ഒരു പെണ്ണ് പൂർണ്ണയാവണമെങ്കിൽ അവൾക്ക് ഒരു ഭർത്താവ് ആവശ്യമാണ്. പരിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിക്കുന്ന ഒരു ബന്ധമാണ് വൈവാഹിക ബന്ധവും വൈവാഹിക ജീവിതവും എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് തന്നെ എങ്ങനെയാണ്? അല്ലാഹു പറയാൻ, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട വലിയ ദൃഷ്ടാന്തമാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത്, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗജനെ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത്. ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും പർവ്വതങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചുമെല്ലാം സംസാരിക്കുമ്പോൾ അള്ളാഹു ഉപയോഗിച്ച ആയത്ത്, ദൃഷ്ടാന്തം, അത്ഭുതം, അടയാളങ്ങൾ, അള്ളാഹുവിന്റെ അടയാളങ്ങൾ, അവന്റെ അസ്തിത്വത്തിന്റെ, അവന്റെ കഴിവിന്റെ, ഖുദ്റത്തിന്റെ, അദമത്തിന്റെ അടയാളങ്ങളായി പഠിപ്പിക്കപ്പെട്ടതിൽ ഒരു സംഗതിയാണ് ഇണകൾ എന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തരുന്നു നമുക്ക്. എന്തൊരു അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ! യഥാർത്ഥത്തിൽ ബാബുസേട്ട് സംസാരിച്ചതുപോലെ ഇന്നിന്റെ പുതിയ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്ന യൗവനങ്ങൾ അവര് മനസ്സിലാക്കുന്നത് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ജെൻഡർ വാർ ആണ് എന്നാണ്. ആണാണോ പെണ്ണാണോ വലുത്, പുരുഷനാണോ സ്ത്രീയാണോ ശക്തർ, ആർക്കാണ് കൂടുതൽ കഴിവുള്ളത് എന്നതൊക്കെ ഉരച്ചു നോക്കാനുള്ള, എന്നതൊക്കെ പരീക്ഷിച്ചു നോക്കാനുള്ള ഒരു ലബോറട്ടറി ആയിട്ടാണ് ഇന്നിന്റെ യൗവനം വിവാഹത്തെ കാണുന്നത്. പക്ഷെ പടച്ചത് അങ്ങനെയല്ല. അള്ളാഹു സൃഷ്ടിച്ചത് അങ്ങനെയല്ല. ആണിനെയും പെണ്ണിനെയും അള്ളാഹു സൃഷ്ടിച്ചത് കോംപ്ലിമെന്ററി ആയിട്ടാണ്, കോമ്പറ്റീഷൻ ഫോഴ്സസ് ആയിട്ടല്ല. പരസ്പരം മത്സരിക്കാനും പോരടിക്കാനും പരസ്പരം തോൽപ്പിക്കാനും വേണ്ടിയല്ല, ആ ഒരു രീതിയിലല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിനെയും പെണ്ണിനെയും പടച്ചിട്ടുള്ളത്. കോംപ്ലിമെന്ററി ആയിട്ടാണ്. ഒരാൾക്കില്ലാത്തത് മറ്റൊരാൾക്ക് ഉണ്ടാകും. ഒരാൾക്കില്ലാത്ത മാനസികവും ശാരീരികവുമായ ശക്തി മറ്റൊരാൾക്ക് ഉണ്ടാകും. നോക്ക് നിങ്ങൾ, ആണുങ്ങളുടെ ശരീരത്തെ തന്നെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് അവരുടെ പേശികൾക്ക് ബലം കൂടുതലാണ്, അവരുടെ പേശികൾക്ക് ശക്തി കൂടുതലാണ്. അതേസമയം സ്ത്രീകളുടെ പേശികൾ മാർദ്ദവമേറിയതാണ്, വളരെ സോഫ്റ്റ് ആണ്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ സംവിധാനിച്ചിട്ടുള്ളത്? ആണിനെ അള്ളാഹു ഒരു കുടുംബത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത് സംരക്ഷണമാണ്. പുറമെ നിന്ന് വരുന്ന അക്രമങ്ങളെ പ്രതിരോധിക്കേണ്ടതും തന്റെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടതും ആണിന്റെ ഉത്തരവാദിത്വമായതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശരീരത്തിന് കൂടുതൽ കരുത്തും അവന്റെ പേശികൾക്ക് കൂടുതൽ ബലവും നൽകിയിട്ടുള്ളത്. എന്നാൽ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഏൽപ്പിച്ചത് മക്കളെ വളർത്തുക, അവരെ ചേർത്തു പിടിക്കുക, അവർക്ക് എന്താണ് കാരുണ്യമെന്ന് പഠിപ്പിച്ചു കൊടുക്കുക, എന്താണ് വാത്സല്യമെന്ന് പഠിപ്പിച്ചു കൊടുക്കുക, അവരെ നല്ല ആളുകളായി ആണായാലും പെണ്ണായാലും വളർത്തിക്കൊണ്ടുവരിക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഒരു പെണ്ണിനെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത്.
ഒരു കുഞ്ഞ് കിടന്നുറങ്ങുമ്പോ, അല്ലെങ്കിൽ ഭർത്താവിന് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ, ഭർത്താവിന് രോഗം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്റെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ പരിചരിക്കാനും പരിഗണിക്കാനും ചേർത്തു പിടിക്കാനും സാന്ത്വനിപ്പിക്കാനും സമാധാനം നൽകാനുമുള്ള പാകത്തിലാണ് പെണ്ണിന്റെ ശരീരത്തെ അല്ലാഹു സംവിധാനിച്ചതെങ്കിൽ ആണിന്റെ ശരീരത്തെ സംവിധാനിച്ചത് പുറമെ നിന്നുള്ള അക്രമങ്ങളെ പ്രതിരോധിക്കാനും ശക്തമായി നിൽക്കാനും ഏത് അപകടം വന്നാലും അതിൽ നിന്നുമെല്ലാം തന്റെ കുടുംബത്തെ സംരക്ഷിച്ചു നിർത്താനുമുള്ള പാകത്തിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആണിന്റെ ശരീരത്തെ ചര്യപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ശബ്ദം തന്നെ നിങ്ങൾ നോക്ക്. ആൺകുട്ടി വളരുമ്പോ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവന്റെ ശബ്ദം കനക്കുകയാണ്. എന്നാൽ പെൺകുട്ടിയുടെ ശബ്ദം കൂടുതൽ മാർദ്ദവമേറിയതാവുകയാണ്. ആണിന്റെ ശബ്ദം അങ്ങനെ അള്ളാഹു സംവിധാനിച്ചത് അവൻ അള്ളാഹു നൽകിയ ഉത്തരവാദിത്തമായ രീതിയിലായതുകൊണ്ടാണ്. പെണ്ണിന്റെ ശബ്ദം അള്ളാഹു സംവിധാനിച്ചത് അവളുടെ ശബ്ദത്തിലൂടെ കുട്ടികൾക്ക് കിട്ടേണ്ട സാന്ത്വനവും സമാധാനവുമാണ്. അതുകൊണ്ടാണ് ആ ശബ്ദത്തെ അള്ളാഹു ആ വിധത്തിൽ സംവിധാനിച്ചിട്ടുള്ളത്. ഹോർമോണുകൾ പോലും നിങ്ങൾ നോക്ക്. ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്. പക്ഷേ ആണിന്റെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിന്റെ അളവ് വളരെ കൂടുതലാണ്. എന്തിനാണ് ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ? ആക്രമിക്കാനും അതുപോലെ തന്നെ പോരാടാനും യുദ്ധം ചെയ്യാനും ഒക്കെ അവനെ പ്രാപ്തനാക്കുന്നതും അവന് ധൈര്യം നൽകുന്നതും അവന് ശൗര്യം നൽകുന്നതും ഈ പറയുന്ന അവന്റെ മസിൽസിന്റെ അവന്റെ പേശികളുടെ ബലം കൂടുതൽ ഉരുക്കുള്ളതാക്കുന്നതുമെല്ലാം ഈ പറയുന്ന ടെസ്റ്റോസ്റ്ററോൺ ആണ്. എന്നാൽ പെണ്ണിന്റെ ശരീരത്തിൽ അല്ലാഹു ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലായി ഉണ്ടാക്കി. ക്ഷമിക്കാനും സഹിക്കാനും മറക്കാനും പൊറുക്കാനും അവളുടെ തലച്ചോറിനെ പാകപ്പെടുത്തുന്ന തരത്തിൽ ആ ഹോർമോണിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്ന ബയോളജി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് പറയുന്നത്. ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ രണ്ട് കോമ്പറ്റീഷൻ ഫോഴ്സസ് ആണ്, മത്സരിക്കാനുള്ള രണ്ട് എൻറ്റിറ്റികളാണ് എന്ന് പുതിയ തലമുറ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, അവരെ അള്ളാഹു പടച്ചിരിക്കുന്നത് കോംപ്ലിമെന്ററി ആയിട്ടാണ്. അത് അള്ളാഹുവിന്റെ വലിയ അത്ഭുതമായിട്ടാണ് പടച്ചിറപ്പ് പറയുന്നത്. മറിയം ബീവിയെ പ്രസവിച്ചപ്പോ അള്ളാഹുവെ, ഞാനൊരു പെൺകുഞ്ഞിനെയാണല്ലോ ജന്മം നൽകിയത് എന്ന് പറഞ്ഞപ്പോ അള്ളാഹു പറയുന്നുണ്ട്, അല്ലാഹു അഅലമു ബിമാ വദഅത് വലൈസ ദക്കറു കൽ ഉൻസ. അവൾ പ്രസവിച്ചതിനെ പറ്റി ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ്. ആണും പെണ്ണും ഒരിക്കലും ഒരുപോലെയല്ലല്ലോ. ആണിന്റെയും പെണ്ണിന്റെയും ശരീരമോ സംസാരമോ ചിന്തയോ സ്വഭാവമോ പെരുമാറ്റമോ ഒന്നും ഒരിക്കലും ഒരുപോലെയല്ല എന്ന് ആയത്തിന്റെ ചെറിയ ശകലത്തിലൂടെ പടച്ചിറപ്പ് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വൈവാഹിക ജീവിതത്തിൽ എന്റെ മുന്നിലിരിക്കുന്ന യുവാക്കളോടും മധ്യവയസ്കരോടും വാർദ്ധക്യമെത്തിയവരോടുമെല്ലാം എനിക്ക് പറയാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രമേൽ പവിത്രത നൽകിയ ഒന്നാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ഇരുട്ടിന്റെ ദുഷ്ടശക്തികൾ അത്രമേൽ വെറുക്കുന്ന ഒന്നാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. വളരെ പണ്ട് തൊട്ട് നമ്മൾ കേൾക്കുന്ന പ്രസിദ്ധമായ ഹദീസ് ഉണ്ടല്ലോ, പിശാചുക്കൾ അവരന്ന് നടത്തിയ അധാർമിക പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു അവലോകനം നടത്തുന്നതിന് വേണ്ടി എല്ലാ വൈകുന്നേരങ്ങളിലും കടൽക്കരകളിൽ അവരുടെ നേതാവിന്റെ അർശിന്റെ അടുത്ത് ഒരുമിച്ച് കൂടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ ശൈത്താനും വന്നിട്ട് പറയും, ഞാൻ ഇന്നാളെ കൊണ്ട് ഇന്നത് ചെയ്യിച്ചു, ഇന്നാളെ കൊണ്ട് ഇന്നത് ചെയ്യിച്ചു എന്നിങ്ങനെ ഓരോരുത്തരും വന്ന് പറയും. ഇതിലൊന്നും ഇയാൾ തൃപ്തിയാവൂല. അവസാനം ഒരു ഇബ്ലീസ് വന്നിട്ട് പറയും, ഞാൻ അവനെ അവന്റെ ഭാര്യയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ടുണ്ട്, അവനെയും അവന്റെ ഭാര്യയെയും ഞാൻ രണ്ടു വഴിക്കാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോ നീയാണ് യഥാർത്ഥത്തിൽ എന്റെ അനുയായി, നീയാണ് യഥാർത്ഥത്തിൽ അഭിനന്ദനം അർഹിക്കുന്നത് എന്ന് പറഞ്ഞ് ആ പിശാചിനെ അഭിനന്ദിക്കുന്ന അവരുടെ നേതാവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ പിശാചുക്കൾ ഇത്രമാത്രം ഈ വൈവാഹിക ബന്ധത്തെ, കുടുംബ ജീവിതത്തെ വെറുക്കുന്നത്? കുടുംബ ജീവിതം എന്ന് പറയുന്നത് ഒരു പരിചയാണ്, ഒരു ഷീൽഡാണ്. വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന വൃത്തികെട്ട അധാർമികതകളുടെ, വൃത്തികെട്ട വൃത്തിഹീനതയുടെ, അസംസ്കാരത്തിന്റെ എല്ലാം പേമാരിപ്പയത്തിൽ നിന്ന് അവനെ തടഞ്ഞു നിർത്തുന്ന, അവന് സംരക്ഷണം നൽകുന്ന ഒരു വലിയ ഷീൽഡാണ്, പരിചയാണ് യഥാർത്ഥത്തിൽ കുടുംബ ജീവിതം എന്ന് പറയുന്നത്. കുടുംബ ജീവിതം തകർന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതു വഴിക്കും സഞ്ചരിക്കാൻ അവന്റെ മുന്നിൽ ഒരു തടസ്സവും ഉണ്ടാവുകയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് വില കൊടുത്തും, എന്ത് മറക്കാൻ തയ്യാറായും, എന്ത് പൊറുക്കാൻ തയ്യാറായും നമ്മുടെ കുടുംബ ജീവിതത്തെ സുശക്തമാക്കേണ്ട ബാധ്യത ഒരു മുസ്ലിം എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് അടിവരയിട്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും കുടുംബ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം രണ്ട് വിഷയങ്ങളാണ്. അതിലൊന്ന് ഭാര്യാഭർത്താക്കന്മാർ നടത്തുന്ന താരതമ്യമാണ്.
കുടുംബജീവിതത്തിനുള്ളിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് മിക്ക പ്രശ്നങ്ങൾക്കും കാരണം ഭാര്യ ഭർത്താക്കന്മാർ നടത്തുന്ന താരതമ്യമാണ്. ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുക 20, 25, 30 വർഷമൊക്കെ ജീവിച്ചു. അപ്പോഴും ഭാര്യ എന്ത് ചെയ്യാണ്? മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യാണ്, താരതമ്യം ചെയ്യാണ്. അയാൾക്ക് ഇന്നതുണ്ട്, അയാൾ ഇന്ന നല്ല സ്വഭാവക്കാരനാണ്, ഇയാൾ എന്താണ് ഇങ്ങനെ, ഇയാൾ എന്തിനാണ് കൊള്ളുക, ഒരു ഉപകാരവും ഇല്ല, വൃത്തികെട്ട സ്വഭാവക്കാരൻ, മോശപ്പെട്ടവൻ, വൃത്തികെട്ട തെറി വിളിക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആണായാലും പെണ്ണായാലും, എന്റെ മുന്നിൽ ഇരിക്കുന്ന പുരുഷന്മാരായാലും വലതുഭാഗത്തിരിക്കുന്ന സ്ത്രീകളായാലും, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഭാര്യക്ക് കല്യാണം കഴിഞ്ഞ് 1, 2, 3, 4, 5 വർഷം കഴിയുമ്പോ ഒരു ഭർത്താവിനെ കുറിച്ച് എന്തുകൊണ്ടാണ് മോശമായ അഭിപ്രായം ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതൊരു യൂണിവേഴ്സൽ ഫാക്റ്റ് ആണ്, എല്ലാവർക്കും ഉണ്ടാകുന്ന സംഗതിയാണ്. ഒരു 20 വർഷം കഴിഞ്ഞിട്ട് എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്കൊരു പരാതിയുമില്ല എന്ന് പറയുന്ന ഒരു ഭാര്യ മിത്താണ്. അങ്ങനൊന്നും ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. 20 കൊല്ലം ജീവിച്ചിട്ടും എന്റെ ഭാര്യയെ കുറിച്ച് എനിക്കൊരു പരാതിയില്ല എന്ന് പറയുന്നത് പച്ചയായ മിത്താണ്. അങ്ങനെ ഉണ്ടാവില്ല. കുറവില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, ഏറ്റക്കുറച്ചിലില്ലാത്ത ഏത് മനുഷ്യന്മാരാണുള്ളത്? അതിന് സൈക്കോളജിയിൽ കൃത്യമായ ഒരു കാരണം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഒരു 2 വ്യക്തികൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോ അവർ മാനസികമായി സൈക്കോളജിക്കൽ ന്യൂഡിറ്റി അവർക്കിടയിൽ ഉണ്ടാകുമെന്നാണ്. ഒരു മാനസികമായ നഗ്നത. അതായത് നമ്മളൊക്കെ ഇപ്പൊ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഈ ഡ്രസ്സ് ഇട്ടത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ പാടുകൾ, നമ്മുടെ ശരീരത്തിലെ മുറിവുകൾ, നമ്മുടെ ശരീരത്തിലെ ത്വക്കിന്റെ രോഗങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള നിറം, എന്തെങ്കിലും കുറവുകൾ, ഇതൊന്നും പുറത്തു കാണൂല. ഇതൊക്കെ നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ മറച്ചിരിക്കുകയാണ്, വസ്ത്രം ധരിച്ചിട്ട് മറച്ചിരിക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് ഈ വസ്ത്രം പുറത്തേക്ക് ഊരിക്കഴിഞ്ഞാൽ ഇതൊക്കെ പുറത്തേക്ക് വരും, ഇതൊക്കെ വെളിവാവും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വ്യക്തിത്വത്തിന് നമ്മുടെ ഒരു വസ്ത്രം ധരിച്ചു കൊടുത്തിട്ടുണ്ട്. മര്യാദയുടെ, നല്ല സംസാരത്തിന്റെ, നല്ല സംസ്കാരത്തിന്റെ വസ്ത്രം നമ്മുടെ വ്യക്തിത്വത്തിന് നാം അണിയിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ധരിച്ചിട്ടാണ് നമ്മൾ പുറത്തിറങ്ങുക. ആളുകളോട് ആ വസ്ത്രത്തിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റി സംസാരിക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും പല ഭാര്യമാരും കംപ്ലൈന്റ് പറയാറുണ്ട്, ആളുകളോടൊക്കെ എന്ത് നല്ല സ്വഭാവമാണ് ആ മനുഷ്യൻ, വീട്ടിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പച്ചത്തെറി വിളിക്കും. അതുപോലെ തന്നെ ഭാര്യയോട്, കുടുംബക്കാരുടെ കൂടെ എന്ത് നല്ല സ്വഭാവമാണ്, ഇവിടെ വീട്ടിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ കടിച്ചു കയറാൻ നിൽക്കുന്ന നരീനെ പോലെയാണ് അവളുടെ പെരുമാറ്റം എന്നൊക്കെ പരസ്പരം പരാതി പറയുന്നവരുണ്ട്. ഇതെന്തൊരു സൈക്കോളജിക്കൽ ന്യൂഡിറ്റിയാണിത്. അതായത് മാനസികമായ നഗ്നത. എന്താണോ ഉള്ളിലുള്ളത് അതുപോലെയുള്ള പെരുമാറ്റമായിരിക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുക. ഈ ലോകത്ത് പ്രിയപ്പെട്ടവരെ, ആരുടെ മാനസിക നഗ്നത നമ്മൾ കണ്ടാലും, ആരുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾ കണ്ടാലും അയാളെ കുറിച്ച് നമുക്കൊരു മതിപ്പും ഉണ്ടാവുകയില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ജീവിതത്തിന്റെ പുറത്ത് നിന്നിട്ട് നമ്മൾ ഒരാളെ നോക്കുമ്പോൾ അയാളെ നമ്മൾ കാണുന്നത് അയാളുടെ പേഴ്സണാലിറ്റിക്ക് പുറത്ത് അയാൾ ധരിച്ച വസ്ത്രത്തെ മാത്രമാണ്. ആ വസ്ത്രത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചില ആളുകൾ വില കൂടിയ വസ്ത്രം ധരിക്കുന്നത് പോലെ ചില മനുഷ്യന്മാര് നല്ല രീതിയിലുള്ള മര്യാദയുള്ള വസ്ത്രം ധരിക്കുന്നതിൽ സംശയമില്ല. പക്ഷെ ചില ആളുകളുടെ വസ്ത്രം കുറവായിരിക്കും, ചില ആളുകൾ അർദ്ധനഗ്നരായിരിക്കും, ഒക്കെ ഉണ്ടാവും. എന്തായാലും നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ ഭാര്യയ്ക്ക് പുറമെ നമ്മൾ കാണുന്ന ഓരോ വ്യക്തികളെയും നമ്മൾ കാണുന്നത് അവരുടെ യഥാർത്ഥ വ്യക്തിത്വമോ യഥാർത്ഥ പേഴ്സണാലിറ്റിയോ അല്ല, മറിച്ച് അവരവരുടെ വ്യക്തിത്വത്തിന് പുറത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രം മാത്രമാണ്. മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? എനിക്ക് യോജിച്ച ഏറ്റവും നല്ലൊരു ഇണയെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്നിട്ടുള്ളത് എന്ന തിരിച്ചറിവും എന്ന ബോധ്യവും നാം നമ്മെ തന്നെ ആവർത്തിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം മറ്റൊരുവന്റെ ജീവിതത്തിൽ അവളുടെ ഭാര്യ, അവന്റെ ഭാര്യ, അവൻ ഇന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താ എന്റെ ഭാര്യ എനിക്കൊതൊന്നും ചെയ്തു തരാത്തത്, എന്റെ ഭാര്യ എന്താണ് എന്നെ ഇങ്ങനെ പരിഗണിക്കാത്തത്? അവന്റെ ജീവിതത്തിന്റെ ഉള്ളറകൾ നിങ്ങൾ കണ്ടിട്ടില്ല. അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് ഇങ്ങനെയാണല്ലോ, അവൾ നല്ല സംതൃപ്തയാണല്ലോ, പറയുന്നത് മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ഉള്ളിലുള്ളത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അതുകൊണ്ട് ആദ്യം വേണ്ടത്, എനിക്കെന്റെ റബ്ബ് തന്നതിൽ ഞാൻ തൃപ്തയാണ്, ആ കുറവുകൾ സഹിക്കാൻ ഞാൻ തയ്യാറാണ്, ആ കുറവുകൾക്ക് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പ്രതിഫലം നൽകും എന്ന ചിന്തയോടുകൂടി നിങ്ങൾ ജീവിച്ചു നോക്ക്. അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടാക്കി നോക്ക്. എന്റെ ഭാര്യയുടെ കുറവുകൾ ഞാൻ ക്ഷമിക്കുന്നതിൽ അള്ളാഹുവിന്റെ പ്രതിഫലം എനിക്കുണ്ടാവും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ജീവിതം എത്ര സന്തോഷകരമാവുന്നറിയോ? അതായത് റെസിപ്രോസിറ്റി പ്രതീക്ഷിക്കാതെ ഞാൻ എന്താണോ അവൾക്ക് നൽകുന്നത്,
ഞാൻ എന്താണോ അദ്ദേഹത്തിന് നൽകുന്നത് അത് അതുപോലെ തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല എന്ന നിലപാട് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മുടെ ഭാഷയിൽ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുക. നിരുപാധികമായ സ്നേഹം. അത് ദിവ്യമാണ്, അത് ഡിവൈനാണ്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നുകൂടിയാണ്. അത് ശരിക്കും മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ പ്രീതിയും തൃപ്തിയും ഇഷ്ടവും നേടിയെടുക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് അത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കലും മത്സരങ്ങൾ കടന്നു വരാതിരിക്കട്ടെ. ഒരു രീതിയിലും മത്സരങ്ങൾ കടന്നു വരാതിരിക്കട്ടെ. എന്റെ കുടുംബമാണോ വലുത്, നിന്റെ കുടുംബമാണോ വലുത്, നിന്റെ കുടുംബക്കാരെന്നെ പരിഗണിച്ചിട്ടില്ലല്ലോ, നിന്റെ വാപ്പാക്കെന്താ, എന്നെ ഒന്ന് വിളിച്ചാല് നേരിട്ട് കണ്ടാല് ഫോണിൽ വിളിച്ചു പറയണ എന്താ, അയാളുടെ മുഖത്തെന്തോ ഒരു മുറുമുറുപ്പ്. പല കുടുംബങ്ങളിലും പല സ്ത്രീകളും അധികവും പറയുന്ന പരാതിയാണ്, വീട്ടിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തെ കുറിച്ച് വളരെ മോശമായി, വളരെ വൾഗറായി സംസാരിക്കുന്ന ഭർത്താക്കന്മാരെ കുറിച്ച്. ചിലരൊക്കെ 5 വക്ത് നിസ്കരിക്കും, പൊക്കിൾ വരെ താടി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര കൃത്യമാണ് പ്രിയപ്പെട്ടവരെ. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അവന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. എപ്പോഴാണ് ആണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിക്കറിയോ? അവരുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുമ്പോഴാണ്. ആ ഈഗോ ഹേർട്ട് ആവുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് ചരിത്രം വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാന്റെ റസൂലിന്റെ വീട്ടിൽ അതിഥികൾ ഇരിക്കുന്ന സമയത്താണ് ആ പറഞ്ഞ പലഹാരപാത്രം കൊണ്ടുവരപ്പെട്ടത്. ആ തട്ടിയതും തെറിപ്പിച്ചതും പൊട്ടിയതും എല്ലാം നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്. ഈ പലഹാരപാത്രം ഉള്ളിലേക്ക് കൊണ്ടുപോയി പിന്നെ കേൾക്കുന്നത് വീഴുന്നതും ചിന്നിച്ചിതറുന്നതുമായ ശബ്ദാണ്. എല്ലാവർക്കും കാര്യം മനസ്സിലായി. ആയിഷ റളിയല്ലാഹു അൻഹ നല്ല ചൂടിലാണ്, നല്ല ദേഷ്യത്തിലാണ്. വന്ന അതിഥികൾക്കും മനസ്സിലായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മനസ്സിലായി. അള്ളാഹുവിന്റെ റസൂൽ അതിഥികളോട് പറഞ്ഞു, നിങ്ങളുടെ ഉമ്മ ദേഷ്യത്തിലാണ് കേട്ടോ, ഞാനൊന്ന് പോയി തണുപ്പിച്ചു വരാം എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് എന്താണ്? 2 എണ്ണം പൊട്ടിച്ചോ അല്ലെങ്കിൽ ശക്തമായി ശകാരിച്ചോ? ഇല്ല. അവിടെ ആ കലിതുള്ളി നിൽക്കുന്ന, തീയിൽ ചവിട്ടി നിൽക്കുന്ന തന്റെ ഭാര്യ, അള്ളാഹു പെണ്ണിനെ അങ്ങനെയാണ് പടച്ചത് എന്ന ബോധവും ചിന്തയും തിരിച്ചറിവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അവൾ വൈകാരികമായി വയലന്റ് ആകുമ്പോ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന കൃത്യമായ ബോധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അതിനെ എങ്ങനെയാണ് തിരുത്തേണ്ടത്? അവളെ അടിക്കുന്നതിലൂടെയല്ല തിരുത്തേണ്ടത്, അവളെ ശകാരിക്കുന്നതിലൂടെയല്ല തിരുത്തേണ്ടത് എന്ന ബോധവും ബോധ്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. എങ്ങനെയാ പ്രവാചകൻ പ്രതികരിച്ചത്? പ്രവാചകൻ അവിടെ മുട്ടിന്റെ മേലെ ഇരുന്നു. എന്നിട്ട് പൊട്ടിച്ചിതറിയ പാത്രത്തിന്റെ ചീളുകൾ ഒരക്ഷരം ഉരിയാടാതെ തന്റെ കൈവെള്ളയിലേക്ക് പെറുക്കി വെക്കുന്നത് കണ്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ തകർന്നു. 1000 ശകാരത്തിന്റെ 1000 അടിയുടെ ശക്തി ഉണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മൗനത്തിന്, പ്രവാചകന്റെ ആ പ്രതികരണത്തിന്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കണ്ണ് നിറഞ്ഞു. ആയിഷ തന്റെ മുട്ട് പ്രവാചകന്റെ മുട്ടിനോട് ചേർത്ത് വെച്ച് അടുത്തുപോയിരുന്നു. എന്നിട്ട് തല ഉയർത്തിയിട്ട് പ്രവാചകനോട് ചോദിച്ചു, റസൂലേ, നിങ്ങൾ എനിക്ക് പുറത്തു തരൂലേ? എന്താ ഇവിടെ പ്രവാചകൻ ഉപദേശം കൊടുത്തോ? ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്ത ആ ചെയ്ത് ശരിയല്ല എന്ന് അള്ളാന്റെ റസൂൽ യുക്തിഭദ്രമായി പറഞ്ഞു മനസ്സിലാക്കിയോ? ഇല്ല. ക്ഷമിച്ചു, സഹിച്ചു, തോറ്റുകൊടുത്തു, താണുകൊടുത്തു. ആ താഴ്മയോടെ ഈ ഒരു പ്രവർത്തനം ചെയ്തപ്പോ ആ താഴ്മക്ക് മുന്നിൽ, ആ തോറ്റുകൊടുക്കലിന് മുന്നിൽ, ആ വിട്ടുവീഴ്ചക്ക് മുന്നിൽ, ആ സ്നേഹത്തിന് മുന്നിൽ തോറ്റുപോയി ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുടിയിഴകൾക്കിടയിലൂടെ വിരലോടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ആയിഷ, നിനക്ക് ഞാൻ പുറത്തു തന്നിട്ടില്ലെങ്കിൽ വേറെ ആര് പുറത്തു തരാനാണ് എന്ന് അള്ളാന്റെ റസൂൽ തിരിച്ചു ചോദിച്ചപ്പോഴുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഒരു 100 കൊല്ലം ക്ലാസ് കൊടുക്കുന്ന എഫക്റ്റ് ഈ പറയുന്ന ഒറ്റ സംഭവം കൊണ്ടുണ്ടായി. ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. നമ്മുടെയൊക്കെ ഭാഷയിലും ഭാഷ്യത്തിലും ആണത്തം എന്ന് പറഞ്ഞാൽ എല്ലാം അടിച്ചു തകർക്കുന്ന കുടുംബത്തെ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളിക്കുന്ന വിറപ്പിക്കുന്നൊക്കെ ആളുകളാണ് ആണുങ്ങൾ എന്ന് പറയുന്നത്. ഒരു പെണ്ണിനെ വിറപ്പിക്കുന്നത് ആണത്തമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാരോട്, എന്റെ മുന്നിലിരിക്കുന്ന എന്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഈഗോ ഹേർട്ടാകുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറിക്കുന്നത്. അവിടെയാണ് ക്ഷമിക്കാൻ നിങ്ങൾ പഠിക്കേണ്ടത്, അവിടെയാണ് സഹിക്കാൻ നിങ്ങൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ സ്ത്രീകൾ മനസ്സിലാക്കാം,
പലപ്പോഴും ഭർത്താവിന് വാർദ്ധക്യം എത്തിക്കഴിഞ്ഞാൽ, മക്കളൊക്കെ വളർന്ന് മീശയും താടിയൊക്കെ വന്ന് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്നറിയുക, ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ബാക്കിയായിട്ടുള്ളത് പതിറ്റാണ്ടുകൾ മാത്രമായിരിക്കും അള്ളാഹു നിശ്ചയിച്ച ആയുസ് പ്രകാരം, അള്ളാഹു ആലം. പക്ഷേ നിങ്ങൾ മരിക്കുമ്പോ, നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ നിങ്ങളുടെ ഭർത്താവ്, അദ്ദേഹം എത്ര വിവരം കെട്ടവനാകട്ടെ, എത്ര മര്യാദ കെട്ടവനാകട്ടെ, ഏത് കുടുംബത്തിൽ പിറന്നവനാകട്ടെ, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവനാകട്ടെ, നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് നോക്കിയിട്ട് ആ പെണ്ണുണ്ടല്ലോ, എനിക്കവളിൽ തൃപ്തിയാണ് എന്ന് ആ മനുഷ്യനൊരു വാക്ക് പറഞ്ഞാൽ, ആ മരണമല്ലാതെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് മറ്റൊരു തടസ്സവുമില്ല എന്ന് പഠിപ്പിച്ചു കളവ് പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും ശ്രദ്ധിച്ചോ എന്റെ സഹോദരിമാരെ, ഭർത്താവിന്റെ അതൃപ്തി എന്ന് പറയുന്നത് അത് നരകമാണ്, നരകത്തിലേക്കുള്ള വഴിയാണ്. ഭർത്താവിന്റെ തൃപ്തി എന്ന് പറയുന്നത് അത് സ്വർഗമാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ശരിയാണ്, നിങ്ങൾക്ക് ഒരുപാട് പരാതികളും പരിഭവങ്ങളും, ഇന്നലകളിൽ ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇയാള്, എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല, എന്നെ ക്രൂശിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ടാവും. ഏത് പെണ്ണിന്റെയും ജീവിതത്തിലെ പരാതിയുടെ നിഘണ്ടുകൾ തുറന്നു നോക്കിയാൽ ഉപ്പാനേക്കാളും സഹോദരന്മാരെക്കാളും മറ്റാരെക്കാളും അവൾക്ക് ഏറ്റവും കൂടുതൽ പരാതി പറയാനുണ്ടാവുക ഈ ഭർത്താവിനെ കുറിച്ചായിരിക്കും. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നത് ആ പരാതി, അദ്ദേഹത്തിന്റെ അക്രമങ്ങളും ദുൽമകളും അത് അദ്ദേഹം പടച്ചവനായിട്ട് തീർക്കട്ടെ, പക്ഷേ നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള വഴി ആ മനുഷ്യനാണ് എന്ന തിരിച്ചറിവിൽ നിങ്ങൾ ജീവിക്കുക. പരസ്പരം മത്സരിക്കാതിരിക്കുക, തോറ്റുകൊടുക്കാൻ തയ്യാറാവുക. പറയാതെ മനസ്സിലാക്കുമ്പോഴാണ് ബന്ധത്തിന് സൗന്ദര്യം കൂടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് എന്നോട് സ്നേഹമുണ്ടോ? പ്രവാചകൻ തിരിച്ചു പറഞ്ഞു, അതെന്താ, എനിക്ക് നിന്നോട് സ്നേഹമില്ലാതെ? ആയിഷ ചോദിച്ചു, എങ്കിൽ ആ സ്നേഹം എങ്ങനെയാണ്? പ്രവാചകൻ പറഞ്ഞു, അത് മുറുക്കി പിരിച്ച കയറ് പോലെയാണ്, ശക്തമാണ്. പിന്നീട് അവരുടെ ജീവിതത്തിൽ സൗന്ദര്യ പണക്കങ്ങൾ ഉണ്ടായി. ആ സൗന്ദര്യ പണക്കത്തിൽ നിന്ന് അവർ പുറത്തേക്ക് വരിക. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കും ഇങ്ങനെ പ്രവാചകനോട്, നബിയെ, ആ കയറിന് വല്ല കോട്ടവും പറ്റിയോ? അതിന്റെ ശക്തിക്ക് വല്ല കുറവും സംഭവിച്ചോ എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ ചേർത്ത് പിടിക്കും. എന്നിട്ട് പറയും, ഇല്ല, അത് പണ്ടത്തതിനേക്കാൾ ശക്തമാണ്, അത് ആദ്യത്തേതിനേക്കാൾ മുറുക്കി പിരിഞ്ഞ രൂപത്തിൽ തന്നെയാണുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമെന്നാണ്. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, എത്ര സുന്ദരമായ ജീവിതമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നീ എന്നോട് ദേഷ്യത്തിലാണെങ്കിലും നീ എന്നോട് സ്നേഹത്തിലാണെങ്കിലും അത് പറയാതെ തന്നെ എനിക്ക് അത് മനസ്സിലാവാറുണ്ട്. ആയിഷ വളരെ അത്ഭുതത്തോടെ ചോദിച്ചു, അതെങ്ങനെയാണ് റസൂലെ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നീ ദേഷ്യത്തിലാണെങ്കിൽ അള്ളാഹുവിനെ തൊട്ട് സത്യം ചെയ്യുമ്പോ ഇബ്രാഹിമിന്റെ റബ്ബായ അള്ളാഹുവിനെ തന്നെ സത്യം എന്ന് പറയും. നീ സ്നേഹത്തിലാണെങ്കിൽ എന്റെ മുഹമ്മദിന്റെ റബ്ബായ അള്ളാഹുവിനെ തൊട്ട് തന്നെ സത്യം. നോക്ക്, ആ ഭാര്യയുടെ വാക്കുകളിൽ വരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ പോലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആ ഒരു സംഗതി, ആ മൈന്യൂട്ട് പോയിന്റ് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി അവരുടെ സംസാരത്തിൽ നിന്ന് ഒപ്പിയെടുത്തു എന്നതാണ് സത്യം. സുബ്ഹാനല്ലാഹ്, ആ ഒരു ബന്ധം, ആ ഒരു മാനസിക അടുപ്പമാണ് വഫാത്തിന്റെ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നിട്ട് അബ്ദുറഹ്മാന്റെ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോ ആ നോട്ടത്തിന്റെ അർത്ഥം എന്താണെന്ന് ആയിഷക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, റസൂലേ, അങ്ങേക്ക് മിസ്വാക്ക് ചെയ്യണല്ലേ? ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ ആ നോട്ടത്തിന്റെ അർത്ഥം എന്താണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയാമായിരുന്നു. തന്റെ ഭർത്താവിന്റെ ഇഷ്ടം എന്താണ്, അനിഷ്ടം എന്താണ്, തന്റെ ഭർത്താവിന്റെ ആഗ്രഹം എന്താണ്, അദ്ദേഹത്തിന്റെ ചലനത്തിന്റെ അർത്ഥം എന്താണ് എന്നെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ജീവിതത്തിലെ പ്രബോധനത്തിന്റെ അലിഫും ബാവും രചിച്ച ഖദീജ റളിയല്ലാഹു അൻഹ. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് മാതൃകയാണ്. ഈ കാലഘട്ടത്തിന്റെ ധാർമ്മിക സംരക്ഷണം എന്ന് പറയുന്നത് പുതിയ തലമുറക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കലാണ്, പറഞ്ഞു കൊടുക്കലല്ല, ക്ലാസ്സിൽ കൊണ്ടുവന്നിരുത്തലല്ല, കൗൺസിലിങ്ങിന് കൊണ്ടുപോകലല്ല, മറിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. നിങ്ങൾ അത്രമേൽ സുന്ദരമാണ് ദാമ്പത്യ ജീവിതം, വൈവാഹിക ജീവിതം എന്ന് ജീവിച്ച് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ
അവർ ഈ പറയുന്ന ചാനലുകളിൽ നിന്നും സോഷ്യൽ മീഡിയകളിൽ നിന്നുമെല്ലാം അവർക്ക് കിട്ടുന്ന ഈ പേമാരി ഉണ്ടല്ലോ, ഈ ഫ്ലഡ് ഉണ്ടല്ലോ, ഈ വെള്ളപ്പൊക്കമുണ്ടല്ലോ, അധാർമികതയുടെ അസംസ്കാരത്തിന്റെ വെള്ളപ്പൊക്കം, ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് നീന്തിക്കയറാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉദാഹരണങ്ങളും മാതൃകകളും തന്നെ അവർക്ക് ധാരാളമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദാമ്പത്യ ജീവിതം ഏറ്റവും നല്ല രീതിയിലാക്കുമാറാകട്ടെ, ഏറ്റവും സുന്ദരമാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു. നമ്മളൊക്കെ ചെറുപ്പം തൊട്ട് കേൾക്കുന്ന ഹദീസാണ്. യാ റസൂലല്ലാഹ്, ഞാൻ ആരോടാണ് ഏറ്റവും നന്നായി പെരുമാറേണ്ടത്? ഞാൻ ആരോടാണ് ഏറ്റവും നന്നായി സഹവസിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിന്റെ ഉമ്മയോടാണ്, നിന്റെ ഉമ്മയോടാണ്, നിന്റെ ഉമ്മയോടാണ്, പിന്നീട് നിന്റെ ഉപ്പയോടാണ്. 3 തവണ ഉമ്മയെയും നാലാമത്തെ തവണ വാപ്പയെയും പറഞ്ഞിട്ട് മാത്രമാണ് അടുത്തത് ആരെങ്കിലും ഈ ലോകത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ബന്ധം ഭാര്യാഭർത്തൃ ബന്ധമാണെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഒരു പുരുഷന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്, അവൻ ഏറ്റവും കൂടുതൽ കടമയുള്ളത് ഉമ്മയോടും ഉപ്പയോടുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി ഒരായത്തിലൂടെ ആ മാതാപിതാക്കളുടെ ജീവിതത്തിൽ നാം ചെയ്യാനിരിക്കുന്ന ആ വൃത്തികേടുകളുടെ തലങ്ങും വിലങ്ങും അല്ലാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു പറയാണ്, വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ فلا تقل لهما اف ولا تنهرهما وقل لهما قولا كريما. നിന്റെ റബ്ബ് നിനക്ക് വിധിച്ചിരിക്കുകയാണ്, അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെ ആരാധിക്കാൻ പാടില്ല. തൊട്ടടുത്ത് അല്ലാഹു പറയുകയാണ്, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നന്മ ചെയ്യണം, ഉമ്മയോടും ഉപ്പയോടും നന്മ ചെയ്യണം. ആ നന്മ എന്താണെന്നതിന്റെ താബീറാണ് ആയത്തിന്റെ ബാക്കി ഭാഗത്തിൽ അല്ലാഹു പറയുന്നത്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, അവരിൽ രണ്ടുപേരുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോ വാർദ്ധക്യം ബാധിച്ച രൂപത്തിൽ, നരബാധിച്ച രൂപത്തിൽ, ജരാനരകൾ ബാധിച്ച രൂപത്തിൽ, പിച്ചുമ്പയും പറയുന്ന രൂപത്തിൽ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചു പോയ രൂപത്തിൽ നിന്റെ അടുത്തുണ്ടെങ്കിൽ ആദ്യമായി അല്ലാഹു പറയുകയാണ്, അവരോട് നീ പറഞ്ഞു പോകരുത്. ഉഫിൻ എന്ന വാക്ക് പോലും ഛേ എന്നാണ് മലയാളത്തിൽ സാധാരണ നാം അതിന് അർത്ഥം പറയാറെങ്കിലും ഛേ എന്നതിനേക്കാൾ എത്രയോ താഴെയാണ് ഉഫ് എന്ന പദം. എന്ന വാക്ക് പോലും നീ അവരോട് പറഞ്ഞു പോകരുത്. എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാകട്ടെ, എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാകട്ടെ, അവരോട് നീ കയർത്ത് സംസാരിക്കാനും പാടില്ല. നീ നിന്റെ ജീവിതത്തിൽ പഠിച്ചു വെച്ച ഏറ്റവും നല്ല വാക്കുകളുണ്ടല്ലോ, ഏറ്റവും മാന്യമായ വാക്കുകളുണ്ടല്ലോ, ഏറ്റവും ബഹുമാന പുരസ്സരമുള്ള വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകൾ മാത്രമേ നിന്റെ ഉമ്മാന്റെ മുന്നിൽ വാപ്പാന്റെ മുന്നിൽ നീ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വഖ്ഫിദ് ലഹുമാ, നീ വിരിച്ചു കൊടുക്കുക, അവർക്കായി നീ വിരിച്ചു കൊടുക്കുക. ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തോടെയുള്ള താഴ്മയുടെ ചിറകുകൾ നീ അവർക്കായി വിരിച്ചു കൊടുക്കുക. നീ കണ്ട ടെക്നോളജിയൊന്നും അവരെ കണ്ടിട്ടില്ല, നീ കണ്ട ലോകമൊന്നും അവരെ കണ്ടിട്ടില്ല, നീ കണ്ട ബിസിനസ് സാമ്രാജ്യങ്ങളൊന്നും അവരെ കണ്ടിട്ടില്ല, നീ നേടിയെടുത്ത വിദ്യാഭ്യാസത്തിന്റെ പടി പോലും ഒരുപക്ഷെ അവരെ കണ്ടിട്ടുണ്ടാവില്ല, നിനക്കുള്ള അനുയായി വൃന്ദങ്ങളൊന്നും അവർക്കില്ല, നീ കണ്ട രാഷ്ട്രീയമൊന്നും അവരെ കണ്ടിട്ടില്ല. പക്ഷേ അവരുടെ മുന്നിൽ നീ താഴ്മയുടെ ചിറക് വിരിച്ചു കൊടുക്കുക. കാരണം ഈ പടികളൊക്കെ നീ കയറിയത് ഈ 2 മനുഷ്യരുടെ ജീവൻ വിലയായി നൽകിയാണ്. എന്നിട്ട് അവർക്ക് വേണ്ടി പറയുക, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, അല്ലാഹുവേ അവരോട് നീ കരുണ ചെയ്യണേ റബ്ബേ. ഈ പറയുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും ഒന്നും കാപട്യമാകരുത്. ഉമ്മാക്ക് വേണ്ടി ചെയ്യുന്നത്, ഉപ്പാക്ക് വേണ്ടി ചെയ്യുന്നത് അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാകേണ്ടതുണ്ട്, അത് മനസ്സിന്റെ ഉള്ളിൽ നിന്നാകേണ്ടതുണ്ട്, അത് കാപട്യമാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഹൃദയം കൊണ്ട് നിരത്തേണ്ട, നാവ് കൊണ്ട് പറയേണ്ട പ്രാർത്ഥനയെ കുറിച്ച് ഇവിടെ ചെറുപ്പ് പറഞ്ഞത്. റബ്ബിർഹംഹുമാ, അല്ലാഹുവേ നീ അവർക്ക് സംരക്ഷണം നൽകണേ, അല്ലാഹുവേ നീ അവരോട് കരുണ കാണിക്കണേ. കമാ റബ്ബയാനി സഗീറാ, എന്റെ ശൈശവത്തിലും ബാല്യത്തിലും എപ്രകാരമാണോ അവരെന്നെ സംരക്ഷിച്ചത്, എപ്രകാരമാണോ അവരെന്നെ
കൊണ്ട് നടന്നത്. അപ്രകാരം അതിനേക്കാൾ സുന്ദരമായ രീതിയിൽ ഈ വാർദ്ധക്യത്തിന്റെ അവസരത്തിൽ അല്ലെങ്കിൽ ഈ ഖബറിൽ കിടക്കുന്ന അവസരത്തിൽ അവർക്ക് നീ സംരക്ഷണം നൽകണം റബ്ബേ, അവർക്ക് നീ സാന്ത്വനം നൽകണം റബ്ബേ, അവർക്ക് നീ കാരുണ്യം നൽകണം റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ കൂടി പടച്ചറബ് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, അതിന്റെ കാരണം കൂടി അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ. അവന്റെ ഉമ്മ ഈ മനുഷ്യരോട് നാം ഇതാ വസിയത്ത് ചെയ്യുകയാണ്. തെറ്റിക്കാൻ പാടില്ലാത്ത, ലംഘിക്കാൻ പാടില്ലാത്ത, ലംഘിച്ചാൽ ശിക്ഷ ലഭിക്കുന്ന തരത്തിലുള്ള അള്ളാഹുവിന്റെ വസിയത്താണ്. നാം ഇതാ മനുഷ്യരോട് വസിയത്ത് ചെയ്യുകയാണ് മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറാൻ. എന്താണ് അതിന്റെ കാരണം? ഹമലതു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ. അവന്റെ ഉമ്മ അവനെ വേദനയ്ക്ക് മേൽ വേദന സഹിച്ചിട്ടാണ്, പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചിട്ടാണ് അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നത്. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവർ, ഇത് പറയുന്നത് ആരാണെന്നറിയുമോ? ആ ഗർഭം ചുമക്കൽ എന്ന ഉത്തരവാദിത്വം നമ്മുടെ ഉമ്മാനെ ഏൽപ്പിച്ചു കൊടുത്ത ലോകത്തിന്റെ രക്ഷിതാവാണ് പറയുന്നത്. ആ ഉമ്മ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് ആ രക്ഷിതാവിന് കൃത്യമായിട്ടറിയാം, റബ്ബിന് കൃത്യമായിട്ടറിയാം. പ്രിയപ്പെട്ടവരെ, ഭർത്താവ് കാണുന്നതിനേക്കാൾ, മാതാപിതാക്കളെ കാണുന്നതിനേക്കാൾ, സഹോദരി സഹോദരന്മാരെ കാണുന്നതിനേക്കാൾ ഊണിനും ഉറക്കത്തിലും നടത്തത്തിലും ഇരുത്തത്തിലുമെല്ലാം ഗർഭിണിയായ ഒരു പെണ്ണനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ വേദനകൾ കൃത്യമായി ഓരോ നിമിഷവും അവളെ കുറിച്ച് അറിയുന്ന ലോകത്തിന്റെ രക്ഷിതാവാണ് അവളുടെ മക്കളോട് പറയുന്നത്. നിങ്ങളുടെ ഉമ്മ പ്രസവിച്ചത്, ഗർഭം ചുമന്നത് ഒരുപാട് വേദനകൾ സഹിച്ചിട്ടാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ്. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ഛർദിയാണ്, അതോടൊപ്പം തന്നെ വയറുവേദനയാണ്, നെഞ്ചരിച്ചിലാണ്, നടുവേദനയാണ്, ഉറക്കമില്ലാത്ത ദിവസങ്ങൾ സ്ഥിരമായി ജീവിതത്തിൽ ഒരു പതിവായി മാറുകയാണ്. എങ്ങാനും ഈ ഗർഭം ചുമക്കലിന്റെ അവസാന നാളുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കുമ്പോ അസഹനീയമായ വേദന അനുഭവിക്കുന്ന മാതാക്കളുള്ളതായി നമുക്കറിയാം. ഇക്കണ്ട വേദനകളും പ്രയാസങ്ങളും മുഴുവൻ അനുഭവിക്കുകയാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ഓരോ ആഴ്ചയും കഴിയുമ്പോ കുട്ടി ഇങ്ങനെ വളരുന്ന സമയത്ത് ആ മാതാവിന്റെ ശ്വാസകോശം, ആ മാതാവിന്റെ ബ്ലാഡർ, ആ മാതാവിന്റെ വയറ് ഇതിങ്ങനെ തിങ്ങാൻ തുടങ്ങുകയാണ്. കുട്ടിയുടെ വളർച്ചയനുസരിച്ച് വേദന വർദ്ധിക്കുകയാണ്, പ്രയാസം വർദ്ധിക്കുകയാണ്, ക്ലേശം വർദ്ധിക്കുകയാണ്. ആ ഉമ്മയുടെ എല്ലിൽ നിന്നാണ് കുട്ടി കാൽസ്യം സ്വീകരിക്കുന്നത്, ആ ഉമ്മയുടെ രക്തത്തിൽ നിന്നാണ് കുട്ടി അയൺ സ്വീകരിക്കുന്നത്, ആ ഉമ്മയുടെ പൊക്കിൽ കൊടിയിലൂടെയാണ് ബാക്കിയുള്ള പോഷകങ്ങൾ മുഴുവനും സ്വീകരിക്കുന്നത്. ഈ കുട്ടിയെ ഗർഭം ചുമന്ന് പ്രസവിക്കുന്നതിന്റെ ഇടയിൽ എല്ലിന്റെ ശക്തി നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ HB ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോകുകയാണ്. ശരീരത്തിന്റെ ആ ഒരു വടിവും സൗന്ദര്യവുമെല്ലാം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുകയാണ്. എന്നിട്ട് 2 വർഷക്കാലത്തെ മുലയൂട്ടലുണ്ടല്ലോ, അത് അതിനേക്കാൾ വലിയ പ്രയാസമാണ്. മുലയൂട്ടുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് പല്ല് കിളിർത്തു വരാൻ തുടങ്ങിയാൽ ആ പല്ല് കിളിർത്തു വരുന്നതിന്റെ അസ്വസ്ഥത ഈ മക്കൾ ഏറ്റവും കൂടുതൽ തീർക്കുന്നത് ഈ മാതാവിന്റെ മുലക്കണ്ണിലാണ്. ഈ മാതാവിന്റെ മുലക്കണ്ണ് കടിച്ചു പൊട്ടിച്ച് വീണ്ടും ഈ കുട്ടി വിശന്ന് കരയുമ്പോ ആ മുറിഞ്ഞ് ചോര വരുന്ന മുലക്കണ്ണിലേക്ക് ഒരു മടിയുമില്ലാതെ ചേർത്തു വെക്കാൻ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു പടപ്പിന് സാധിക്കുമെങ്കിൽ അത് മാതാവ് മാത്രമാണ്, അത് ഉമ്മ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ. അവനെ വേദനയ്ക്ക് മേൽ വേദന സഹിച്ചുകൊണ്ട്, പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് അവന്റെ ഉമ്മ അവനെ ഗർഭം ധരിച്ചില്ലേ, എന്നിട്ട് അതിലും വലിയ പ്രയാസം സഹിച്ചുകൊണ്ട് അവന്റെ ഉമ്മ അവനെ മുലയൂട്ടിയില്ലേ. അതുകൊണ്ട് ആ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകരുത് എന്നാണ് അള്ളാഹുവിന്റെ വസിയത്ത്. പ്രിയപ്പെട്ടവരെ, ഉമ്മ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ 2 കാലിൽ നാം നിവർന്നു നിന്ന് നടക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടൊരു ജന്മമുണ്ട്, ഒരുപാട് പ്രയാസം സഹിച്ചൊരു ജന്മമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ ഇന്നിന്റെ മക്കൾ മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിലെ ഒരു വീട്ടിലെ ഒരു പടപ്പ്, അതാണ് നമ്മുടെ ഉപ്പ എന്ന് പറയുന്നത്. നിങ്ങൾ കാണാറില്ല, വയസ്സായിട്ടും 60 വയസ്സും 70 വയസ്സും 80 വയസ്സുമായിട്ടും ഈ പീഡിയ കോലായകളിലും അതുപോലെ തന്നെ പല കോംപ്ലക്സുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം വാച്ച്മാൻമാരായി നിൽക്കുന്ന, കാവൽക്കാരായി നിൽക്കുന്ന വൃദ്ധരെ നിങ്ങൾ കാണാറുണ്ടോ? അതിൽ 70% ആളുകൾ, അവരോട് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കണം. ഈ പറയുന്ന കാവൽക്കാരോട് യൂണിഫോം ഇട്ടുകൊണ്ട് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ വീട്ടിൽ വിശ്രമിക്കേണ്ടതിന് പകരം രാത്രി കൊതുക് കടിയും കൊണ്ട് ഉറക്കമൊഴിഞ്ഞുകൊണ്ട് സ്ഥാപനങ്ങൾക്ക് മുന്നിൽ കാത്തു നിൽക്കുന്ന, കാവൽ നിൽക്കുന്ന ഈ വൃദ്ധന്മാരായ ആളുകളോട് അവരുടെ ജീവിതത്തിന്റെ ഉള്ളറകൾ ചോദിച്ചാൽ, അവരുടെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങൾ ചോദിച്ചാൽ കരഞ്ഞുകൊണ്ട് അവർ പറയും, മക്കളും ഭാര്യയും തരുന്ന
അവഗണനയുടെയും അപമാനത്തിന്റെയും കഥകൾ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ശതമാനം ആളുകളും ഈ വാച്ച്മാൻ പണിയൊക്കെ എടുക്കുന്നത്. ഈ കാവൽക്കാരൻ അവർക്ക് വീട്ടിൽ സ്വസ്ഥമായി ഇരിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇന്നലകളിൽ അവർ ചെയ്തു കൊടുത്തതെല്ലാം മക്കൾ മറന്നുപോയിരിക്കുന്നു, ഭാര്യ മറന്നുപോയിരിക്കുന്നു. പല ഉപ്പമാർക്കും ചിരിക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല, കൊഞ്ചാനൊന്നും നേരം കിട്ടിയിട്ടില്ല. ഉമ്മയും മക്കളും അടുക്കളയിൽ ഇരുന്ന് നാട്ടുവർത്താനം പറയുമ്പോ ഉപ്പ അതിൽ നിന്ന് പുറത്തായിരുന്നു. കാരണം ആ മനുഷ്യന്റെ രണ്ട് തോളിലും വലിയ ഭാരമുണ്ടായിരുന്നു. വീടിന്റെ ഭാരം, വാഹനത്തിന്റെ ഭാരം, മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാരം, മകളുടെ വിവാഹത്തിന്റെ ഭാരം. ഈ ഭാരങ്ങൾക്കിടയിൽ ഭാരം ചുമന്ന് ഞെരിഞ്ഞമറിയുമ്പോ ആ മനുഷ്യൻ ചിരിക്കാൻ മറന്നുപോയി, കൊഞ്ചാൻ മറന്നുപോയി, കൂടെ കളിക്കാൻ മറന്നുപോയി. അതിന്റെ വിലയാണ് രാത്രി പകലന്തിയോളം രാത്രിയും രാവിലെയും സ്ഥാപനങ്ങൾക്ക് പുറത്ത് കാവൽക്കാരായി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ഉമ്മമാരെക്കാൾ കൂടുതൽ അവഗണനകൾ നേരിടുന്നത് ഉപ്പമാരാണ് പ്രിയപ്പെട്ടവരെ. കടുത്ത അവഗണന, വല്ലാത്ത അവഗണന. ഉപ്പയുടെ വില എന്താണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ഒരു ഹദീസിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ വരികയാണ്, ഒരു മനുഷ്യൻ വന്നിട്ട് അള്ളാന്റെ റസൂലിനോട് പരാതി പറയാണ്. എന്താണ് പരാതി എന്നറിയോ? റസൂൽ അല്ലാഹ്, എന്റെ ഉപ്പ എന്റെ സമ്പത്തൊക്കെ പിടിച്ചെടുക്കാൻ നോക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്റെ ഉപ്പാക്ക് എന്റെ സമ്പത്തിലൊക്കെ ഒരു കണ്ണുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് എന്നൊരാൾ വന്നിട്ട് പരാതി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു, പ്രവാചകന്റെ മുഖം ചുവന്നു. അള്ളാന്റെ റസൂല് ആ മനുഷ്യനോട് പറഞ്ഞു, നീ പോയിട്ട് നിന്റെ ഉപ്പാനെയും കൂട്ടിയിട്ട് വാ, നിന്റെ വാപ്പാനെയും കൂട്ടിയിട്ട് വാന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പോയി, വീട്ടിൽ പോയി വാപ്പാനെയും വിളിച്ചു വന്നു. പ്രവാചകൻ അപ്പോഴും കോപിഷ്ഠനാണ്. അള്ളാന്റെ റസൂലിന്റെ മുഖം അപ്പോഴും വിവർണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അൻത വമാലുക ലിഅബീക്, അൻത വമാലുക ലിഅബീക്, നീയും നിന്റെ സമ്പത്തും നിന്റെ ഉപ്പാക്കുള്ളതാണ്. ഇമാതിരി പരാതിയായിട്ട് ഇനി വഴിക്ക് വരരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. ഉപ്പയെ കുറിച്ച് ഒരാൾ എന്റെ അവകാശം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന പരാതി പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ ദേഷ്യം പിടിക്കുകയാണ് ചെയ്തത്. നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികളിൽ പലരും വീടിന്റെ താഴത്തെ നിലയിൽ ഉപ്പ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ മുകളിലത്തെ നിലയിലൂടെ നടക്കുമായിരുന്നില്ല. നമ്മുടെ അവസ്ഥ എന്താ? കോലായിൽ ആ പാവം മനുഷ്യൻ ഇരിക്കുന്നുണ്ടാവും, വീട്ടിൽ കയറി പോകുന്നുണ്ട്, കയറി വരുന്നുണ്ട്, ഒന്നും അറിയില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, എന്തൊക്കെ പദ്ധതികൾ നാം ഇട്ടുകഴിഞ്ഞു, നടത്തി കഴിഞ്ഞു, ഉപ്പൊന്നും അറിയില്ല. പൻ അറിയിക്കേണ്ട ആവശ്യമില്ല. ഉപ്പ ഒരു ശല്യമായി മാറി നമുക്ക്. പ്രിയപ്പെട്ടവരെ, ആ ഉപ്പ നിങ്ങളെ സ്നേഹിച്ചത് പലപ്പോഴും നിങ്ങൾ ഉറങ്ങുമ്പോഴാണ്. എന്റെ ഉമ്മ പറഞ്ഞു തന്നത് ഓർമ്മയുണ്ട്. ഞങ്ങൾക്കൊക്കെ വാപ്പാനെ ഭയങ്കര പേടിയാണ്. അപ്പൊ നല്ല സ്ട്രോങ് ആണ്, അടിക്കേണ്ട സമയത്ത് നന്നായിട്ട് അടിയൊക്കെ കിട്ടും. പക്ഷേ പലപ്പോഴും ഉമ്മ പറഞ്ഞു തരാറുണ്ട്, ഞങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ചെറിയൊരു ജലദോഷം വന്നാൽ, ചെറിയൊരു പനി വന്നാൽ ആ മനുഷ്യൻ കിടന്നുറങ്ങൂല. ഉമ്മ ഉറങ്ങിയാലും ഉപ്പ ഉറങ്ങൂല. രാത്രി ആവർത്തിച്ച് വന്നു നോക്കും, കഴുത്ത് തൊട്ടു നോക്കും, തല തൊട്ടു നോക്കും, ശ്വാസം മുട്ടുന്നുണ്ടോ നോക്കും. ഉപ്പയുടെ സ്നേഹം അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. നമ്മളറിയാതെയാണ് ഉപ്പ നമ്മളെ സ്നേഹിച്ചത്, നമ്മളറിയാതെയാണ് വാപ്പ നമ്മളെ പരിഗണിച്ചത്, നമ്മളത് കണ്ടിട്ടില്ല. ഇന്നും നിങ്ങൾക്കത് കാണണമെങ്കിൽ നെടുമ്പാശ്ശേരിയിലെയും കരിപ്പൂരിലെയും എല്ലാം വിമാനത്താവളങ്ങളിൽ ഇന്നും പോയി നിൽക്കണം നിങ്ങൾ. ഇന്നുമുണ്ട് ആ ടിപ്പിക്കൽ പ്രവാസികൾ. കാലഹരണപ്പെട്ടു പോയിട്ടില്ല, അവർക്ക് വംശനാശം സംഭവിച്ചിട്ടില്ല. സ്വന്തം മക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിച്ചു കൊടുക്കാൻ എല്ലാം വിട്ടെറിഞ്ഞ് എല്ലാം ഒഴിവാക്കിയിട്ട് കയറുന്നവരുണ്ട്. അവർക്ക് മക്കളൊന്ന് ചേർത്ത് പിടിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അതിനുള്ള അവസരമില്ല. പെരുന്നാൾക്ക് പോലും ബിരിയാണിയും വെച്ച് ആ ബിരിയാണിയും കഴിച്ച് അന്നുള്ള ലീവ് പരമാവധി ഉറങ്ങിത്തീർക്കാമെന്ന ഉദ്ദേശത്തോടെ ഉറങ്ങിത്തീർക്കുമ്പോ ഒരു വീഡിയോ കോളിൽ, പല വീടുകളിലും ഉപ്പമാരുടെ വീഡിയോ കോൾ പോലും ശല്യമായി മാറാണ്. ആളുകളൊക്കെ ഇങ്ങനെ വീട്ടിലെ അതിഥികളും കുടുംബക്കാരൊക്കെ വന്നിങ്ങനെ ആഘോഷത്ത് നിർപ്പിൽ ആറാടുമ്പോ ഇടക്ക് ഉപ്പ വിളിക്കുന്നത് ഒരു ശല്യമായി മാറി. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ നല്ല കാലത്ത് പോലും ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട കുറെ ഉപ്പമാർ നമുക്കിടയിലുണ്ട്. എൻ്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ ഒരിക്കലും മറക്കൂല. പ്രവാസികളായ ഹൗസ് ഡ്രൈവർമാരായും മറ്റും ജീവിക്കുന്ന പ്രവാസികൾ അനുഭവിക്കുന്ന മാനസികമായ പീഡനം എത്രയാണെന്ന് ഒറ്റ സംഭവത്തിലൂടെ മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഒരുപാട് വേദികളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ച വൈകുന്നേരം റിയാദിലും മറ്റൊക്കെ ഇങ്ങനെ ദാവത്തിനിറങ്ങുന്ന ഒരു പരിപാടി ഉണ്ട്. സുബൈർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം, കുറെ ഇറങ്ങിയതാണ്. അപ്പോ അങ്ങനെ ഒരു ഹൗസ് ഡ്രൈവറെ, അദ്ദേഹം ഒരു മുസ്ലിമാണ്,
അദ്ദേഹത്തെ കിട്ടി. ഒരുപാട് നേരം അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞ് പിന്നെ അദ്ദേഹം കാറിൽ ഇരിക്കുകയാണല്ലോ, പോയ വീട്ടുകാരെ തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, ഈ സൗദി കുടുംബത്തെ കാത്തിരിക്കുകയാണ്. ഈ സൗദി കുടുംബം തിരിച്ചു വന്നപ്പോ അദ്ദേഹം ഈ സാധനങ്ങൾ എടുത്തു വെക്കുന്നതിൽ എന്തോ ഒരു ചെറിയ അബദ്ധമോ എന്തോ സംഭവിച്ചു. ഈ കുട്ടി കുടിച്ചോണ്ടിരിക്കുന്ന ആ ജ്യൂസ് അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതങ്ങനെ തന്നെ അയാളുടെ മുഖത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു. അയാള് കാറിലുള്ള ഒരു ടിഷ്യൂ എടുത്തിട്ട് അതിങ്ങനെ തുടച്ചപ്പോ ഞങ്ങളുടെ മുന്നിൽ നിന്ന് അയാള് നാണം കെട്ട് തൊലിയുരിഞ്ഞു പോയി. ആ മനുഷ്യന്റെ കണ്ണിങ്ങനെ നിറയുന്നുണ്ടായിരുന്നു. ഇത് ഒരാളുടെ കഥയല്ല, ഇത് എത്രയോ മനുഷ്യന്മാരുടെ കഥയാണ്. അത് സ്വന്തം കുടുംബത്തിന് വേണ്ടി കിട്ടാൻ, അല്ലെങ്കിൽ ഒരാൾക്ക് ജീവിക്കാൻ, ഈ ഒരു പുരുഷൻ ഒറ്റക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രവാസത്തിൽ പോയി ഇത്രയൊക്കെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഈ നാടൻ പണിയെടുത്താൽ എത്ര സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റും. സ്വന്തം മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഈ പ്രവാസ ലോകത്ത് എല്ലാ സ്വാധനങ്ങളും വേണ്ടാന്ന് വെച്ച് ജീവിച്ച ഉപ്പമാർ. പ്രിയപ്പെട്ടവരെ, നാം വണ്ടി എടുത്തു പോകുമ്പോ ചുടുവെയിലത്ത് പോലും അതുപോലെ തന്നെ മഴയത്തും സ്ട്രീറ്റ് വെൻഡേഴ്സ് ആയി ഈ പറയുന്ന റോഡരികകളിൽ ഫ്രൂട്ട്സ് വിറ്റും മറ്റും ജീവിക്കുന്ന ഓരോരുത്തരിലും നമുക്ക് നമ്മുടെ ഉപ്പയെ കാണാൻ കഴിയും, നമുക്ക് നമ്മുടെ വാപ്പയെ കാണാൻ കഴിയും. അവരോടുള്ള കടപ്പാട് ചെറുതല്ല പ്രിയപ്പെട്ടവരെ. ആ കടപ്പാടാണ് പരിശുദ്ധ ഖുർആൻ ആദ്യമായി ഉണർത്തിയത്. നിനക്ക് കടപ്പാടുണ്ട്, നിന്റെ ഉമ്മയോടും ഉപ്പയോടും നിനക്ക് കടപ്പാടുണ്ട്. ആ കടപ്പാട് നീ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇനി ആ കടപ്പാട് കൊണ്ട് അത് പൂർത്തിയാക്കാൻ നിനക്ക് മനസ്സ് വരുന്നില്ലേ, അത് നീ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ നിനക്ക് വരാനിരിക്കുന്നത് ഭീകരമായ ശിക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നത് ആഖിറത്തിലേക്ക് പടച്ചോ മാറ്റിവെക്കൂലട്ടോ. റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പിരിയുന്നതിന്റെ മുന്നേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ശിക്ഷ തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജുറൈജിന്റെ കഥ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് നേരം പോക്കിന് വേണ്ടിയിട്ടല്ല. എന്താ ജുറൈജിന്റെ കഥ? അല്ലാഹുവിനെ ഒരുപാട് ആരാധിച്ചിരുന്ന ആബിദായ മനുഷ്യൻ, വളരെ സച്ചരിതരായ ആളുകളിൽപ്പെട്ട ഒരു മനുഷ്യൻ, തന്റെ ഉമ്മ വിളിച്ചപ്പോ ഒന്ന് മറുപടി കൊടുക്കാൻ വിട്ടുപോയി, മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. അവസാനം ആ മനുഷ്യന്റെ മരണത്തിന്റെ മുന്നേ ഒരു വേശ്യയുടെ വ്യഭിചാരാരോപണത്തിന് വിധേയനായിക്കൊണ്ട് അദ്ദേഹത്തിന് മരണപ്പെടേണ്ടി വന്നു എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്ന ചിത്രം. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക, നമ്മുടെ ഉമ്മയുടെയോ ഉപ്പയുടെയോ കണ്ണിൽ നിന്ന് നാം കാരണം പൊടിയുന്ന ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ, അത് ആറ്റം ബോംബിനേക്കാൾ അപകടമാണ്. അടിവരയിട്ട് വെച്ചോ നിങ്ങൾ, അത് ആറ്റം ബോംബിനേക്കാൾ അപകടമാണ്. താങ്ങാൻ കഴിയില്ല നിങ്ങൾക്കത്. അതിന് പടച്ചോൻ തരുന്ന മറുപടി, അതിന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അതൃപ്തിയും വെറുപ്പും അതെത്രമാത്രം വലുതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്ത് വില കൊടുത്തും, കയ്യിലുള്ളത് മുഴുവനും വിറ്റ് തുലച്ചിട്ടാണെങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ കണ്ണീരിന് കാരണക്കാരാകാതിരിക്കാൻ ശ്രമിക്കുമായിരുന്നു. അതുകൊണ്ട് മാതാപിതാക്കളുടെ കണ്ണീരിനോ അവരുടെ ഹൃദയത്തിന്റെ വേദനക്കോ നമ്മൾ ഒരിക്കലും 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 കാരണമാവാതിരിക്കട്ടെ. മാത്രമല്ല, ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് ഉപകാരവും സേവനവും ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അതിന്റെ റിവാർഡ് എന്ന് പറയുന്നത്, അതിന്റെ ജസാ എന്ന് പറയുന്നത്, സവാബ് എന്ന് പറയുന്നത് പരലോകത്തേക്ക് പടച്ചോ മാറ്റിവെക്കൂല, ദുനിയാവിൽ നിന്ന് തന്നെ തന്നു തുടങ്ങും. ഉമ്മാക്കും വാപ്പാക്കും നാം ചെയ്തു കൊടുക്കുന്ന സുഹൃത്തുക്കൾ, അവരുടെ കൂടെ നാം ചിലവഴിക്കുന്ന സമയങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം നൽകും. അതിന്റെ ഉദാഹരണമാണ് ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരു താബിയായ മനുഷ്യനാണ്. പക്ഷേ അള്ളാന്റെ റസൂലിന്റെ സവിധത്തിൽ ഉണ്ടായ സ്വഹാബികൾക്ക് ഉള്ളതിനേക്കാൾ പ്രത്യേകത ഈ താബിയായ ഉവൈസുൽ ഖർനിക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകി എന്നതാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് വരുന്ന ഓരോ യാത്രാ സംഘത്തിലും തിരയുമായിരുന്നു ഉവൈസുൽ ഖർനി ഉണ്ടോ. കർണ് ഗോത്രത്തിൽപ്പെട്ട ഉവൈസ് എന്ന് പറയുന്ന ശരീരത്തൊരു ദിർഹമിന്റെ വലുപ്പത്തിൽ വെള്ളപ്പാണ്ടിന്റെ അടയാളമുള്ള ഉവൈസ് കൂട്ടത്തിലുണ്ടോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു തിരയുമായിരുന്നു എല്ലാ യാത്രാ സംഘങ്ങളിലും. അവസാനം ഒരു യാത്രാ സംഘത്തിൽ അദ്ദേഹത്തെ കണ്ടുകിട്ടിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാന്റെ റസൂൽ അങ്ങേക്ക് അഭിവാദ്യം പറഞ്ഞിട്ടുണ്ട്. റസൂൽ വഫാത്തായി, വഫാത്താകുന്നതിന്റെ മുന്നേ ഞങ്ങളെ ഏൽപ്പിച്ചു, കർണഗോത്രത്തിൽപ്പെട്ട യമനിൽ നിന്ന് വരുന്ന ഉവൈസ് അദ്ദേഹത്തെ നിങ്ങൾ കാണുകയാണെങ്കിൽ എന്റെ സലാം അദ്ദേഹത്തിന് അറിയിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്താണ് അതിന്റെ കാരണം എന്നറിയോ? അതിന്റെ കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ അങ്ങേയറ്റം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഉവൈസ്. ആ പ്രവാചകന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്ത് ഖൈറുൽ ഖുറൂനി ഖർനി, എന്റെ കൂടെയുള്ള തലമുറയാണ് ഏറ്റവും നല്ല തലമുറ എന്ന റസൂല് പറഞ്ഞ ആ തലമുറയിൽ പെടാൻ ഉവൈസ് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഉവൈസിന്റെ ഉമ്മ
രോഗഗ്രസ്തയായിരുന്നു. അവർക്ക് സ്വന്തമായ ഒരു കാര്യവും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് പോയി കാണാനോ ബൈഅത്ത് ചെയ്യാനോ ഉവൈസുൽ ഖർണിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ആ സാധിക്കാത്തതിന്റെ കാരണം തന്റെ ഉമ്മയാണ് എന്നതുകൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവ് ഉവൈസുൽ ഖർണിക്ക് ഒരു പ്രത്യേകത നൽകി. ആ പ്രത്യേകത എന്താ അറിയോ നിങ്ങൾ പ്രിയപ്പെട്ടവരെ? ഉവൈസുൽ ഖർണി അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തിയാൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹ് കൊടുത്ത പ്രത്യേകത നോക്ക് നിങ്ങൾ, അള്ളാഹ് കൊടുത്ത തവാബ് നോക്ക് നിങ്ങൾ. തന്റെ ഉമ്മയെ ശുശ്രൂഷിച്ച് സ്വഹാബത്തിന്റെ പദവി നേടാൻ കഴിയാത്ത ഉവൈസുൽ ഖർണി എന്ന ആ മനുഷ്യന് താബിഈന് അള്ളാഹു കൊടുത്തത് മുസ്തജാബ് ദുആ. അള്ളാഹുവിന്റെ നാമത്തിൽ ഒരു കാര്യം ഉവൈസുൽ ഖർണി പറഞ്ഞാൽ അള്ളാഹു അത് നടത്തി കൊടുക്കാതിരിക്കുകയില്ല എന്ന പ്രത്യേകതയാണ് ഉവൈസുൽ ഖർണിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അതുകൊണ്ട് ഉവൈസുൽ ഖർണിയുടെ കൈ പിടിച്ചുകൊണ്ട് തനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രമുഖരായ പല സ്വഹാബികളും പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ റസൂല് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഉവൈസുൽ ഖർണിയെ കണ്ടാൽ നിങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു അതിന് സവാബ് നൽകി എന്നുള്ളതാണ്, ജസാ നൽകി എന്നുള്ളതാണ്. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരു മനുഷ്യൻ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, ഒരുപാട് തെറ്റുകൾ, ഒരുപാട് പാപങ്ങൾ. അതിന്റെ പരിഹാരം എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആദ്യം ചോദിച്ചെന്താണെന്നറിയോ? ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ പെട്ടെന്ന് ഓടിക്കോ, ഇവിടെ നിൽക്കണ്ട, ഇവിടെയല്ല നിൽക്കേണ്ടത്, ഉമ്മയുടെ അടുത്തേക്ക് പെട്ടെന്ന് ഓടിക്കോ. എന്നിട്ട് ആ ഉമ്മയുടെ കൂടെ ഇരുന്ന് ഉമ്മയെ പരിചരിച്ച്, വല്ലാഹി റബ്ബിനെ തന്നെ സത്യം, പാപങ്ങൾ കൊടിഞ്ഞു പോകാൻ ഉമ്മയ്ക്ക് നൽകുന്ന സേവനത്തെക്കാൾ വലുത് മറ്റൊന്നും അള്ളാന്റെ റസൂല് പറയുന്നതായി ഞാൻ കേട്ടിട്ടില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാണ്. അതുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്ന ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുള്ളവരെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ മുന്നിൽ ഏറ്റവും നല്ല അവസരമാണ് നിലവിലുള്ളത്. ആ അവസരം പരമാവധി ഉപയോഗിക്കുക, ഏറ്റവും നന്നായി ഉപയോഗിക്കുക. 4 ബന്ധങ്ങളാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. ഒന്നാമത്തേത് ദാമ്പത്യ ബന്ധമാണ്. രണ്ടാമത്തേത് ഏറ്റവും മഹനീയമായ മാതാപിതാക്കളുമായുള്ള ബന്ധമാണ്. മൂന്നാമത്തേത് സഹോദരി സഹോദരന്മാരുമായുള്ള ബന്ധമാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും മാടിയുലയാറുള്ള, പലപ്പോഴും ശിഥിലമാകാറുള്ള ഒരു ബന്ധമാണ് നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരുമായുള്ള ബന്ധം. സ്വത്ത് തർക്കത്തിന്റെ പേരിലും മറ്റു പല വിഷയങ്ങളിലും തമ്മിൽ ഇടയാറുണ്ട്. ഒന്നറിയുക, മരണം വരെ മാത്രമേ ഈ പറയുന്ന സ്വത്തായാലും മണ്ണായാലും എല്ലാം ഉള്ളൂ. ആ മരണത്തിനും അപ്പുറമുള്ളതാണ് കുടുംബ ബന്ധവും കുടുംബ ജീവിതവും കുടുംബ ബന്ധം ചേർക്കലുമെന്ന് നാം മനസ്സിലാക്കുക. ഈ ദുനിയാവിൽ നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാവട്ടെ, ആ നഷ്ടങ്ങൾക്കെല്ലാം മാപ്പ് കൊടുക്കാൻ, നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് മാപ്പ് കൊടുക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മടിയിൽ നിന്ന് പറിച്ചെടുത്തിട്ട് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരന്മാർ അദ്ദേഹത്തെ. എന്നിട്ട് അവിടുന്ന് ഉപേക്ഷിച്ചു വന്നു. എന്തും സംഭവിക്കാം, പട്ടിണി കിടന്ന് മരിക്കാം, കൊള്ള സംഘം അല്ലെങ്കിൽ ചെന്നായ എന്തും സംഭവിക്കാം. അത്രയും ക്രൂരമായ ചെയ്ത ആ സഹോദരന്മാർ വർഷങ്ങൾക്കിപ്പുറം ഈജിപ്തിലേക്ക്, തന്റെ അധികാരത്തിന്റെ കീഴിലുള്ള ഈജിപ്തിലേക്ക് എത്തിച്ചേർന്നപ്പോ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞൊരു മറുപടിയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസുഫ് ഓതുമ്പോ ആ മറുപടി നമുക്ക് വായിക്കാൻ സാധിക്കും. ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ നിങ്ങളോട്, എനിക്കൊരു ദേഷ്യവുമില്ല, എനിക്ക് നിങ്ങളോടൊരു വിരോധവുമില്ല എന്ന് മാത്രമല്ല, യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് നൽകട്ടെ, വഹുവ അർഹമുർ റഹീമീൻ, അവൻ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നവനാണ് എന്നുകൂടി പറഞ്ഞു യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. എത്ര സുന്ദരമായ ആ സാഹോദര്യം പ്രിയപ്പെട്ടവരെ, എത്ര സുന്ദരമായ മാപ്പ് നൽകൽ, എത്ര സുന്ദരമായ വിട്ടുവീഴ്ച. ആ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിൻഗാമികളാണ് നമ്മൾ. സ്വത്തിന്റെ പേരിൽ തെറ്റേണ്ടവരല്ല. എപ്പോഴോ എന്തോ ഒന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് വർഷങ്ങളോളം മനസ്സിൽ ഈർഷ്യയും ദേഷ്യവും കൊണ്ട് നടക്കേണ്ടവരല്ല നമ്മൾ. ലാ തസ്രീബ അലൈക്കും, എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല, എനിക്ക് നിങ്ങളോട് ഒരു അപരാധവുമില്ല
എന്ന് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു സഹോദരനായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുമായുള്ള ബന്ധം അള്ളാഹു ഏൽപ്പിച്ച ഭാരിച്ച ഉത്തരവാദിത്വം, അള്ളാഹു നാളെ ചോദിക്കാൻ പോകുന്ന ഭാരിച്ച ഉത്തരവാദിത്വം, ആ മക്കളെ വേണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഏറ്റവും വലിയൊരു ലയബിലിറ്റി ആക്കാം, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റാം. രണ്ട് രീതിയിലും മക്കളെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹുവേ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയതുപോലെയുള്ള സന്താനത്തെ, ആ സന്താനത്തെ പോലെ എന്റെ സന്താനങ്ങളെ നീ ആക്കി തീർക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സ് അദ്ദേഹത്തിന്റെ മകൻ വേദനിപ്പിച്ചതുപോലെ അത്തരത്തിലൊരു മക്കളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ സദാ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മകനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ജീവിതത്തിലേക്ക്, കപ്പലിലേക്ക് കയറാൻ ക്ഷണിച്ചപ്പോ ആ ക്ഷണം നിരസിക്കാണ് ചെയ്തിട്ട് മരണത്തിലേക്ക് പോയി. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ എന്ന് തന്റെ മകനെ മരണത്തിലേക്ക് ക്ഷണിച്ചപ്പോ, അറുക്കാനാണ് അല്ലാഹുവിന്റെ കൽപ്പന എന്ന് പറഞ്ഞപ്പോ കഴുത്ത് നീട്ടിക്കൊടുത്ത ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെയാണ് ഇബ്രാഹിം നബിക്ക് അത് കിട്ടിയത്? ദുആ ചെയ്ത് നേടണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, കണ്ണിന് കൺകുളിർമ നൽകുന്ന മക്കളാക്കി, കണ്ണിന് കൽക്കുളിർമ നൽകുന്ന ഇണകളാക്കി എന്റെ മക്കളെയും ഇണകളെയും ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ. അതുപോലെ തന്നെ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, നന്മയുടെ പ്രതീകങ്ങളുടെ മുന്നിൽ നിൽക്കുന്നവരായി എന്റെ മക്കളെ നീ മാറ്റണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന. മക്കളെ നല്ല വഴിയിലേക്ക് നടത്താനുള്ള ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നിങ്ങളാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ നല്ല വഴിയിൽ നടക്കുക. നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരെ കണ്ടാൽ അവര് സുബഹിയെങ്കിലും നമസ്കരിക്കാൻ തയ്യാറാവും. നിങ്ങൾ കരഞ്ഞു ദുആ ചെയ്യുന്നവരെ കണ്ടാൽ കയ്യുയർത്തി കരയാൻ അവർ ശ്രമിക്കുകയെങ്കിലും ചെയ്യും. നിങ്ങൾ ഒരു ദിവസം 1, 2, 3 ജുസ് ഓതുന്നത്, നിരന്തരം ഖുർആൻ പാരായണം ചെയ്യുന്നത് അവരെ കണ്ടാൽ ഇന്നിന്റെ കാലഘട്ടത്തിലെ നമ്മുടെ മക്കൾ ആ ഖുർആനുമായി ഒരു അടുപ്പമുണ്ടാക്കാനെങ്കിലും ശ്രമിക്കുകയെങ്കിലും ചെയ്യും. സ്വന്തം ജീവിതം കൊണ്ട് മാതൃക കാണിച്ചു കൊടുക്കുക, ദുആ കൊണ്ട് അവർക്ക് സംരക്ഷണം ഒരുക്കുക, എന്നിട്ട് അവർക്ക് പഠിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക. എന്നാൽ നാളെ ഖബറിൽ കിടക്കുമ്പോ ആ മക്കളുടെ പ്രാർത്ഥനയും ആ മക്കളുടെ ദുആയും നിങ്ങൾക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ 4 ഭാഗങ്ങളിലായി നമുക്ക് പരീക്ഷണമായും അനുഗ്രഹമായും ഒരുക്കി വെച്ച ഈ 4 കുടുംബ ബന്ധങ്ങളെ, ഈ 4 സ്ട്രീമുകളെ ഏറ്റവും നന്നായി കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരിൽ മരിച്ചുപോയവർക്ക് നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നീ നൽകണേ റബ്ബേ. അവരെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ, അവരുടെ സ്നേഹവും തൃപ്തിയും നേടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുകയും ചെയ്യണേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله.